വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ ആസ് യൂഷ്വൽ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് തന്നെയാണ്. ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ അവരനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്ന് വളരെ ധൈര്യപൂർവ്വം സംസാരിക്കുന്നത് ഞാൻ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. സോ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ മനസ്സിൽ ഒരുപാട് ആരാധിച്ചിരുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ കുറിച്ചൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് വളരെ വിഷമകരമായി തോന്നുന്നുണ്ടെങ്കിൽ കൂടെയും ഇവരെയൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടിയായിട്ടാണ് ഈ ഒരു അവസരത്തെ ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വെളിപ്പെടുത്തലുകളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇനിയുള്ള വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ വളരെ എന്താ പറയേണ്ട ഒരു വെളിച്ചം നൽകുന്നത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനിടയിലാണ് നമ്മുടെ MLA-യും അതുപോലെ തന്നെ ആക്ടറൊക്കെ ആയിട്ടുള്ള മുകേഷ് അവർ വന്നിട്ട് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. സോ നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടിട്ട് തിരിച്ചു തരാം. അതെല്ലാം ഈ പറയുന്ന പോലെ ഒന്നും ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ പക്ഷേ ഹേമ കമ്മിറ്റി അവിടെ പോയിട്ട് ഞാൻ 4 മണിക്കൂർ അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവര് എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ എന്താണ് എഴുതിയതെന്നോ വേറെ ആൾക്കാർ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതൊന്നും അൾട്ടിമേറ്റ്ലി അങ്ങനെ ഭയങ്കര ഒരു ഡാമേജിങ് ആയിട്ടൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ഇപ്പൊ സിനിമയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് പരിഗണനയും സ്ത്രീകളുടെ കാര്യങ്ങൾ അതിന് ആ ഗൗരവത്തോടുകൂടി കാണുക തന്നെ വേണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് യാതൊരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജനങ്ങളുടെ പൈസ ഓൾമോസ്റ്റ് ഒരു എബവ് 1 crore ആണ് ഈ ഒരു റിപ്പോർട്ടിന് വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണോ ഇത്രയും വലിയൊരു തുക സ്പെൻഡ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്നത്? അങ്ങനെയാണോ മുകേഷ് ഏട്ടൻ പറയുന്നത്? 4 വർഷത്തിന് മുന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ മുകേഷ് ഏട്ടനും അതുപോലെ തന്നെ കൂടെയുള്ള ഒരുപാട് പ്രമുഖരും കുടുങ്ങിയേനെ. പക്ഷെ ഇതിപ്പോ 4 വർഷം പൊഴുത്തി വെച്ചതിന് ശേഷം അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ആക്കുകയും എഡിറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു വേർഷൻ ആണല്ലോ ഇപ്പൊ പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ആയിരിക്കും ഇപ്പൊ മുകേഷ് ഏട്ടന് നല്ലൊരു കോൺഫിഡൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത് പുറത്ത് വിട്ടാൽ ഒരു പ്രശ്നമില്ലാന്ന് ഇത്ര കോൺഫിഡൻസോട് കൂടി വന്ന് പറയുന്നത്. അതുപോലെ തന്നെ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് നമ്മുടെ മുകേഷ് ഏട്ടൻ ആരുടെ കൂടെയാണ് നിന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വൈഫ് ഇദ്ദേഹം ഇലക്ഷന് നിന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വൈഫായിട്ടുള്ള സരിത ചേച്ചി എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞെന്നുള്ളത് നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലേ. അപ്പം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഇദ്ദേഹം അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്നുള്ളത് ആ ഒരു വീഡിയോയിൽ അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരെങ്കിലൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം. I wanted a simple life. That's why I got married. I was wanting somebody to take care of me. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. ലോകത്ത് ഏത് പെണ്ണാലും അതിനല്ലേ കല്യാണം കഴിക്കുന്നത്. റീസൺ ഇസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. ബട്ട് കല്യാണം കഴിഞ്ഞിട്ട് the life was upside down. The moment ജോണ്ടിസ് വന്നപ്പോഴും വിളിക്കുമ്പോഴും he'll say, oh, are you trying to track me down where? ഈ ജോണ്ടിസ് വന്ന കാര്യം ഒരു അച്ഛൻ അറിയിച്ച എത്ര ഫീലിംഗ് വരണം. ഒരു 5-year-old he's asking me, oh, you want to find out where I am? That's why you're tracking me and calling. ഞാൻ pregnant ആയിരിക്കുമ്പോൾ he just kicked me here in my tummy. I fell on the cot. അമ്മ നിന്നെ പിടിക്കില്ലേ എന്നിട്ട് you cry. He says, oh, you're a best actress. കരഞ്ഞു നല്ല കരയും. Constantly he was trying to do something. Constantly. I remember we went for a dinner. കാറിൽ കയറുമ്പോൾ full 9th month ആണ്. കാറിൽ കയറാൻ സമയത്ത് he take the car back or front and I fell off and I'm crying there and I'm not showing my tears because he'll say, oh, whatever he'll that was the domestic violence. ഭയങ്കര മുടിയൊക്കെ പിടിച്ചിട്ട് he used to middle of the night he'll drink and come, and when I open the door, why are you delayed? Naturally he'll ask. Then he'll hold the very cheap thing. He'll hold my hair, pull me drag to the kitchen and he'll put me on the floor and kick. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വന്തം ഭാര്യ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടാണ്, ഇത്രയും ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടാണ് സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് ഇദ്ദേഹം സംസാരിക്കുന്നത്.
അപ്പം സ്വന്തം ഭാര്യയെ, വീട്ടിലുള്ള സ്വന്തം ഭാര്യയെ സംരക്ഷിച്ചിട്ട് വേണ്ടേ നാട്ടിലുള്ള വേറെ സ്ത്രീകളെ സംരക്ഷിക്കാനായിട്ട് പോവേണ്ടത്. ഇദ്ദേഹം ഒരു MLA അല്ലേ, അപ്പം ഇദ്ദേഹം സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകളൊക്കെ സുരക്ഷിതരാണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു കടമ ഇദ്ദേഹത്തിനില്ലേ? അതുപോലെ തന്നെ അവരുടെയൊക്കെ ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമായിരുന്നില്ലേ? അതുപോലെ തന്നെ എന്താണ്, ഇനിയെങ്കിലും സെറ്റിൽ പോകുന്ന സമയത്ത് താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൂ. ചുമ്മാ ഇങ്ങനെ മൈക്കിന് മുന്നിലിരുന്ന് പറയേണ്ട കാര്യമല്ല സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത്. ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടാണ് അത് പിന്നെ നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടത്. എന്റെ പേര് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCC ഒരു ഫിലിം ഫെസ്റ്റിവൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു FEFCയിൽ. ശ്രീ B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു അഡ്രസ്സും അതിന്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം, ഷെറിൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ, അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഷെറിൻ സ്റ്റാൻലി ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അയാൾ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തൊഴിലില്ല, പക്ഷെ അയാൾ സജീവമായി സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. FEFCയിലേക്ക് ഞാൻ 2 മെയിൽ അയച്ചു. അതിന് 2നും റിട്ടേൺ ആയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. WCCയിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഈ സിനിമ കഴിഞ്ഞു, സിനിമ പുറത്ത് വന്നു, എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറെ കോൺവെർസേഷൻസ് നടന്നു. FEFCയുടെ കലൂർ ദേശാഭിമാനി ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഞാൻ പോയി പരാതി പറഞ്ഞു. എന്താ പറയാ, ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പരാതി കൊടുത്ത ആളാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ്. ഐ ഹാവ് ലോസ്റ്റ് എന്ന് മാത്രമല്ല, അയാൾ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു. എന്റെ പ്രോജക്ട് എനിക്ക് വരുന്ന വളരെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത്രയും വലിയ പ്രമുഖയായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേത്രിയുടെ ദുരനുഭവമാണ് ഈ പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ഇനിയും നീതി കൊടുത്തിട്ടില്ലാത്ത ഈ പറയുന്ന സോക്കോൾഡ് എന്തിനോ വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ എന്നെ പോലൊരാൾക്ക്, വളരെ ചെറിയൊരു ആർട്ടിസ്റ്റിന് നീതി കിട്ടുന്നില്ല. ഇത് താര സംഘടനകളാണല്ലോ. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ എനിക്ക് പ്രതീക്ഷയില്ലാത്തതുകൊണ്ട്. B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്, CB മലയിൽ എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന ഒരു സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആള്, ഇദ്ദേഹം ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ടിട്ട് FEFCയുമായിട്ടുള്ള സമവായ ചർച്ചകൾ നടത്തുന്നത്. എന്നിട്ട് ഒന്നും ആയിട്ടില്ല. അയാൾ ഇപ്പോഴും സിനിമയിൽ ഇല്ല. ഐ ഡോണ്ട് നോ. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് സിനിമകളൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പൊ ഇവര് സംസാരിക്കുന്നു, ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ റേപ്പിസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോവാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. എക്സാക്ട്ലി. നല്ല ആളുകളുടെ അടുത്താണ് പരാതി പറയാനായിട്ട് പോയിരിക്കുന്നത്. ഇവരുടെ അടുത്ത് പോയിട്ട് എന്ത് നീതി ലഭിക്കാനാണ്? അത് തന്നെയാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നതും. അതുപോലെ തന്നെ വെർബൽ റേപ്പിന് താല്പര്യമില്ല എന്ന് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അവർ ലീഗലിയാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നീതി ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് ഇത്ര വർഷം കഴിഞ്ഞിട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീതി അവർക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെയും എത്ര ആളുകളാണ് വെർബലി അല്ലെങ്കിൽ കമന്റ്സിലൂടെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അവർ തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അവർ ഇത്രയും വലിയൊരു സിറ്റുവേഷനിലൂടെ പോയെന്നും പോരാ, അത് കഴിഞ്ഞ് ഇതുപോലുള്ള കുറെ നരമ്പന്മാരുടെ വാക്കുകൾ കേട്ട് സഹിക്കുകയും വേണമെന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു വന്ന് പറയാത്തതും ഇതിനെതിരെ റിയാക്ട് ചെയ്യാത്തതും അതുപോലെ തന്നെ ലീഗലി പോവാത്തതിന്റെയും കാരണം ഇതൊക്കെ തന്നെയാണ്. ലീഗലി പോയാലും പുറത്തു വന്ന് പറഞ്ഞാലും ഒക്കെ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് ഇരകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവര് ഇങ്ങനെ ചെയ്യാനായിട്ട് ഭയക്കുന്നതും. ഇതിലും ഷോക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഹരിഹരൻ സാറിനെ കുറിച്ചും അതുപോലെ തന്നെ മാമുക്കോയ സുധീഷിനെ കുറിച്ചൊക്കെ കേട്ടപ്പോഴാണ്. മാമുക്കോയ സുധീഷിനൊക്കെ പറയുമ്പോഴത്തേനും നമ്മൾ അത്രമാത്രം സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മളൊരു വീട്ടിലെ മെമ്പറിനെ പോലെയൊക്കെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. സോ ഇവർ ഇത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവരെ കുറിച്ചൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര വിഷമമായിട്ടുണ്ട്. ഇതൊക്കെ സത്യമാവല്ലേ എന്ന് പോലും വിചാരിച്ചു പോവാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവരൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ബട്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം വെളിപ്പെടുത്തലുകൾ. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് കേട്ടു നോക്കാം. ഞാൻ എൻ്റെ സിനിമ രാത്രി ഇരുന്നിട്ട് എഴുതും. പകല് ജോലി കഴിഞ്ഞിട്ട് രാത്രി ഇരുന്ന് എഴുതിയ സ്ക്രിപ്റ്റാ. അതിന് എനിക്ക് കഴിവുണ്ടായിട്ടും എന്താ പറയാ, ശരീരം വേണമെന്ന്. ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാരിയ്ക്കുന്നു. ഇടവേള ബാബു കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം. 1.5 ലക്ഷം രൂപ ഒന്നും വേണ്ട, അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കയറണം. അന്ന് 2018 ഞാൻ വാക്കുതർക്കം ഉണ്ടായി. ഞാൻ പറഞ്ഞ സിനിമ എന്ന് പറഞ്ഞ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ തെറ്റി. എന്റെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിനയിക്കാനും എഴുതാൻ ഒക്കെ ഉള്ള ഒരു ത്രെഡ് എന്നാലും എനിക്ക് കഴിവുണ്ട്. പക്ഷെ വിളിക്കുന്നവരെല്ലാം ഈ ശരീരം വേണം എന്നുള്ള രീതിയിലാണ്. ഹരിഹരൻ സാറ് ഞാൻ അഭിനയിച്ച് 3ാമത്തെ ദിവസമായപ്പോ 2ഓ 3ാമത്തെ ദിവസമാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മഹാറാണിയുടെ ഓപ്പോസിറ്റ് റൈറ്റ് ഇങ്ങനെ പോകും, ഇവിടുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ റൈറ്റ് സൈഡായിട്ട് അതേപോലെ തന്നെ ഒരു ലോഡ്ജോ എന്തോ റെസ്റ്റോറന്റ് അവിടേക്ക് വരണം എന്ന് പറഞ്ഞു. അതിപ്പോ ഞാൻ ഈ കാണുന്ന പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എന്തിനാണ് സാറ് വിളിച്ചത്. കാരണം എന്റെ അച്ഛനേക്കാളും പ്രായം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഏജ് ആയിരിക്കും. എനിക്ക് സങ്കടം വരിക എപ്പോഴും പറയുമ്പോ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നീ വന്നിട്ടില്ലെങ്കിൽ എന്റെ സീന് കട്ട് ചെയ്യും. പിന്നെ മാമുക്കോയ അങ്കിള്, നമ്മളെ മലയാളി, ഞാൻ എഴുതിയ സിനിമ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഉണ്ട്. പക്ഷെ അദ്ദേഹം പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യമൊന്നുമല്ല. അവിടെ വെച്ച് ഞാനത് ക്ലോസ് ചെയ്തു. പിന്നെ സുധീഷ്, എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൂടെ ടൂറ് പോകും പോലെ വണ്ടിയിൽ കാറിൽ പോകണം. ഞാൻ കോൾ ചെയ്തു, എന്നെ ഇങ്ങോട്ടും കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികളാണ്, ചെറിയ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ ഒരു ആരാധനയാണ് മനസ്സിൽ വരിക. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അത് തെറ്റായ രീതിയിൽ വരുമ്പോൾ നമ്മൾ അവിടെ നിർത്തുക. എന്തായാലും ലീഗലി പോയത് കൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. പണവും പ്രശസ്തിയൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെയാണ് വിജയിക്കുക എന്നുള്ളത് നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ്. വളരെ റെയറായിട്ട് മാത്രമാണ് പാവപ്പെട്ട ഇരകൾക്ക് നീതി ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പകൽമാന്യന്മാരുടെ മുഖംമൂടികൾ മുന്നോട്ട് വന്ന് വലിച്ചു കീറുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ പകൽമാന്യന്മാരുടെ പേരുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയൂ. അവരൊക്കെ ഈ പകൽമാന്യന്മാരെയൊക്കെ എല്ലാവരും അറിയട്ടെ, അവരുടെ സ്വഭാവം ഇതാണെന്ന് എല്ലാവരും മനസ്സിലാക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ്, പിന്നെ കുറച്ച് പേരൊക്കെ ഈ ഒരു റിപ്പോർട്ട് പഠിക്കാനായിട്ട് പോയിട്ട് കുറച്ച് ദിവസമായി. അവർ ഇതുവരെ ഇങ്ങോട്ടൊന്നും കണ്ടിട്ടില്ല. എത്ര ദിവസം എടുക്കും പഠിക്കാനെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് ദിവസം എടുത്ത് പഠിക്കട്ടെ, അവരെന്തെങ്കിലും തിരിച്ചു വരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമുക്കിരിക്കാം. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.